സാർ നമുക്കറിയാം നമ്മുടെ പല കോമ്പറ്റീറ്റേഴ്സും ലക്ഷറി സിറ്റീസിലൊക്കെയാണ് ഇങ്ങനൊരു സംഭവം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സാർ എന്തുകൊണ്ടാണ് ഈ റൂറൽ ഏരിയയിൽ വന്നിട്ട് ഇങ്ങനൊരു എംപയർ വേൾഡ് ക്ലാസ് പ്രീമിയം സെറ്റപ്പ് ചെയ്യാൻ കാരണം? അതിൻ്റെ വിഷൻ, അതിൻ്റെ മോട്ടീവ് എന്താണ്? ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ആൻസർ പറയാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇതിനകത്ത് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റൂറൽ ഏരിയ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള കാരണം കേരളം പോലെ ഒരു സ്റ്റേറ്റ് റൂറലായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഇത് എൻ്റെ ഫാദർ ആണിത് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും വില്ലേജിൽ നിന്ന് തുടങ്ങണം, വില്ലേജിൽ ആളുകളെ എംപവർ ചെയ്താലാണ് എക്കണോമിക്കലി സോഷ്യലി എല്ലാം തന്നെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സമൂഹം നന്നാവുള്ളൂ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് റൂറലിൽ ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വേൾഡ് ക്ലാസ് എന്ന നിലയ്ക്ക് ചെയ്യാനുള്ള കാരണം, നമ്മൾ എവിടെ ചെയ്താലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് അതിൻ്റെതായ ക്വാളിറ്റിയും അതിൻ്റെ ഒരു ആംബിയൻസും വേണം. ഇതാണ് ഒരു കാരണം. പിന്നെ ഇതിനകത്തൊക്കെ വേറൊരു പ്രധാന റീസൺ, നമ്മൾ ഒരിക്കലും ഒരാളും തന്നെ ഒരു പ്രൊഡക്റ്റിനെ കണ്ടിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രൊഡക്റ്റിനേക്കാൾ ഉപരി ട്രസ്റ്റ് ആര് ബിൽഡ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിന് എന്ത് ട്രസ്റ്റ് ഉണ്ടോ, ആ ബ്രാൻഡിന് എന്ത് ട്രസ്റ്റ് ഉണ്ടോ, ആ ട്രസ്റ്റ് ഓൾവേസ് റിമെയിൻ. ആ ട്രസ്റ്റാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ NGIയുടെ ഏറ്റവും വലിയ യൂണിക്നെസ്. ഈ ട്രസ്റ്റ് 50 വർഷത്തിലധികമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ട്രസ്റ്റ് ആവുന്നതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ആളുകൾക്കുണ്ട്. ആ ബ്രാൻഡ് നെയിമിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ അതിനൊരു ഒരു ആധികാരികത, അതാണ് ഈ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ നിലനിന്നാലും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു റീച്ചും അതിൻ്റെ ഒരു അക്സെപ്റ്റൻസും ഇത്ര വൈഡായിട്ട് പോകാനുള്ള കാര്യം.